Pandit Jawaharlal Nehru, one of the greatest figures in the world's history. He was ഒന്നെണ്ണീറ്റേ ഇതൊന്ന് വിരിക്കട്ടെ. നീയല്ലേ പറഞ്ഞ പ്രശാന്തൻ ഒന്നും പഠിക്കുന്നില്ലെന്ന്. കുട്ടികളെ വെറുതെ കുറ്റം പറയല്ലേ ഭാനു. എത്ര അരുമയായിട്ടാവും പഠിക്കുന്നത്? സന്ധ്യക്ക് കുറെ നേരം ഇങ്ങനെ ബഹളം വെക്കുന്നത് കേൾക്കാം. അരമണിക്കൂർ കൂടിയാൽ 1 മണിക്കൂർ. അത്രയും മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ. എനിക്കല്ലെങ്കിലും അറിയാം, ചെറുപ്പത്തിലെ മുതൽ അവന് നല്ല മൂളയാ. at Allahabad. When not quite 15, he went to Harrow School in England and then to Cambridge. After നീ അങ്ങോട്ടിരുന്നേ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ദേ എന്റെ പുറകെ നിൽക്കുന്നതാണ് വെള്ളയപ്പൻ. വെള്ളയപ്പോ? അപ്പോ അല്ല, അപ്പൻ. വെള്ളയപ്പൻ. ഓരോ പേരുകളെ. ഇത് വെള്ളിയപ്പൻ. ആഹാ, പിന്നെ അപ്പനോ? ഇവങ്ങ ബ്രദേഴ്സ്. ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കെ. ഇനി അപ്പന്മാരില്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ? എടീ, ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളാ. അയ്യേ. അച്ഛാ, രാത്രി എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രിയില് ഇലിമ്പിച്ച ശാതം മതി, അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? മറന്നുപോയി അച്ഛാ. നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളൊരു കാര്യം ചെയ്, തൈര് ശാതം മതി. നീ ചോറുണ്ടാക്കിക്കൂ, തൈരും കൂട്ടി കുഴച്ച് തൈര് ശാതമാക്കിക്കൊള്ളു. അങ്ങനെയല്ല ബാനു. അങ്ങനെ തന്നെയാണ് ബാനു. അവിടെ ആയിരുന്നപ്പോ അവിടുത്തെ ഭക്ഷണം, ഇനി ഇവിടെയല്ലേ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാ മതി. അത് മതി, ചെല്ലേ. മോളെ, രാത്രി അച്ഛന് വാഴപ്പഴം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാ വാഴപ്പഴം, കാളപ്പഴം, വാഴപ്പഴം ഒക്കെ ഇവിടെയുണ്ട്. 33 കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ. അതിനെന്താ, 5-8 കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ? ഒരൊറ്റ തമിഴ് വാക്ക് പോലും ഞാൻ പറയുന്നില്ലല്ലോ. അത് കളാ. ലതിക നീ പരീക്ഷ എഴുതുന്നില്ലേ? എന്തിനാ വെറുതെ കാശ് കളയാൻ? ഇത്രയൊക്കെ പഠിച്ചാ മതി. എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാ സമാധാനം കിട്ടാത്തത്. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനെന്താ, ഇന്നത്തെ കാലത്ത് അരശിയൽ നല്ല ഏർപ്പാടാ. നീ പഴഞ്ചനായതുകൊണ്ടാ ദഹിക്കാത്തത്. എടി, 33 വർഷം റെയിൽവേക്കാരനായിരുന്ന എന്നെ ആരറിയും? ചില വോട്ടർമാർ കണ്ടാൽ സലാം വെക്കും, അത്ര തന്നെ. അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോഖലെ, വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള അരസ്യൽവാദികളില്ലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. വണ്ടി മക്കൾക്ക് പറ്റിയ അച്ഛൻ തന്നെ. ഒരുത്തനെ LLB വരെ പഠിപ്പിച്ചു, അവൻ കോടതി പോണില്ല. മറ്റവൻ BSc പാസ്സായിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല. സത്യപ്രതിജ്ഞ എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിരിക്കുക. രണ്ടാളും തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും. പണ്ട് മുതലേ നിന്റെ കുഴപ്പം ഇതാ, നിസാര കാര്യത്തിന് വേവലാതി പിടിക്കും. ഞാനേ നല്ല നിമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ. മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്റെ നിമ്മതി കെടുത്താതെ.